നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളായി അന്യരാജ്യത്ത് ചേക്കേറിയിട്ട് കള്ളത്തരത്തിലൂടെയും ചെറിയ ചെറിയ ഉടായ്പിലൂടെയും ഒക്കെ എളുപ്പം പണം സമ്പാദിക്കുവാൻ ഇപ്പോഴും പലരും ശ്രമിക്കാറുണ്ട്. അതിന് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ വീഡിയോ. എന്നാൽ അവസാനം പോലീസിന്റെ പിടിയിൽപ്പെട്ട് ജീവിതം അന്യനാട്ടിലെ ജയിലുകളിൽ ഹോമിച്ചു തീർക്കേണ്ട ഗതികേടാണ് പലർക്കും വന്നുപെടുക. ബഹ്റൈനിലെ ലേബർ ക്യാമ്പുകളിൽ മദ്യവിതരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവാസികൾ അറസ്റ്റിലായി എന്ന ഒരു വാർത്തയിലേക്കാണ് ഞാൻ കടക്കുന്നത്. ബഹ്റൈനിലെ ലേബർ ക്യാമ്പുകളിൽ മദ്യവിതരണം നടത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവാസികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഏക്കനറിൽ നിരവധി തൊഴിലാളികൾ മദ്യപിച്ച് നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അമ്മാർ അൽ മുഖ്താർ MP സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രവാസികൾ ഒന്നടങ്കം പിടിയിലായിരിക്കുന്നത്. ലേബർ ക്യാമ്പിൽ നിന്ന് മദ്യത്തിന്റെ വൻ ശേഖരണവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. മദ്യം കൈവശം വയ്ക്കുന്നതും വിൽപ്പന നടത്തുന്നതും സംബന്ധിച്ച് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി വരികയായിരുന്നുവെന്നാണ് പോലീസ് അറിയിച്ചത്. പ്രവാസികളെ അറസ്റ്റ് ചെയ്ത വിവരം ഹൂറ പോലീസാണ് സ്ഥിരീകരിച്ചത്. പിടിയിൽ ആയവർക്കെതിരെയുള്ള നടപടികൾ പൂർത്തിയാക്കി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുമുണ്ട്. ഒമാനിൽ വിവിധ ഗവർണറിൽ നടത്തിയ പരിശോധനകളിൽ നിയമലംഘകരായ നിരവധി പ്രവാസികളെ മുമ്പും അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ജോലി ചെയ്തു വന്നിരുന്നവരും താമസ നിയമങ്ങൾക്ക് വിരുദ്ധമായി രാജ്യത്ത് കഴിഞ്ഞ് വന്നിരുന്നവരുമാണ് പിടിയിലായതെന്നാണ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. പിടിയിലായവർ ഏത് രാജ്യക്കാരാണെന്ന വിവരം പോലീസ് ഇനിയും പുറത്തുവിട്ടിട്ടില്ല. നിയമലംഘകരെ കണ്ടെത്തുവാൻ ഒമാനിൽ വ്യാപകമായ പരിശോധനയാണ് നടന്നു വന്നിരുന്നത്. അതിനു മുമ്പ് 20 പ്രവാസികൾ ഒമാനിൽ തന്നെ അറസ്റ്റായിരുന്നു. മസ്കറ്റ് ഗവർണറിൽ നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള നിയമലംഘകരെ പിടികൂടിയെന്ന് മാൻപവർ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞു. റെസ്റ്റോറന്റുകളിലും കഫേകളിലും അനധികൃതമായി ജോലി ചെയ്തിരുന്നവർ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്വകാര്യ കാറുകളിൽ യാത്രക്കാരെ കയറ്റിയ ഡ്രൈവർമാർ തുടങ്ങിയവരും ഇത്തരത്തിൽ പിടിയിലായവരിൽ ഉൾപ്പെടുമെന്ന പ്രത്യേകതയുമുണ്ട്. ഇവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും പ്രവാസികൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ തട്ടിപ്പിലൂടെയും ഉടായ്പിലൂടെയും ഒക്കെ കൂടുതൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ അപകടത്തിലാകുന്നത് നിങ്ങളുടെ സ്വജീവനും അല്ലെങ്കിൽ ജീവിതത്തിലെ വളരെ സുപ്രധാനപ്പെട്ട നാളുകളുമാണെന്ന് ഓർക്കുക. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.